കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാണ് മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. റത്തീന ഷർഷാദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുഴു. സംവിധായകയുടെ ഭർത്താവായ ഷർഷാദാണ് വിവാദമായ പുതിയ പ്രസ്താവനകളുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പുഴു എന്ന സിനിമ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്ന് മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി പുറത്തിറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത്. കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ്. കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന സിനിമയുടെ തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് പറഞ്ഞത്. ഈ കൂട്ടുകെട്ടിനൊപ്പം റത്തീന ചേർന്നതോടെ അത് തങ്ങളുടെ കുടുംബ ജീവിതത്തെയും തകർത്തുവെന്നും മുഹമ്മദ് ഷർഷാദ് തുറന്നു പറഞ്ഞിരുന്നു. ഷർഷാദിന്റെ വിവാദ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ആളുകളാണ് മമ്മൂട്ടിക്കൊപ്പം നിന്ന് പോസ്റ്റുകളും പ്രതികരണങ്ങളുമായി എത്തിയത്. ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിയെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാളി പൊതുസമൂഹത്തിന്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ. നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളെയും അഭ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം. അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളും അജണ്ടകളുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പതിറ്റാണ്ടുകളായി അറിയുന്നതുമാണ്. മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ചെളിവാരി എറിയാൻ അവസരമുണ്ടാക്കിയ സിനിമയുടെ സംവിധായകയും എഴുത്തുകാരനുമാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇങ്ങനെയായിരുന്നു എൻ രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. പക്ഷെ കുറിപ്പ് വന്നതിന് പിന്നാലെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് നിറയുന്നത്. മമ്മൂട്ടി അനുകൂല പോസ്റ്റിന് താഴെ എൻ രാധാകൃഷ്ണനെതിരെ സംസാരിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി നക്കിക്കോളൂ, വെളുപ്പിക്കാൻ വരണ്ട എന്ന് സുഭാഷ് വി കെ എന്ന അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നു. ഇവർക്കെല്ലാം എല്ലാറ്റിനും അജണ്ടയുണ്ട് എന്നാണ് TV ദേവൻ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്. അവിടെയും തീർന്നില്ല. മമ്മൂട്ടിയുടെ അഭിപ്രായം മമ്മൂട്ടി പറയണമെന്നും കമന്റുകൾ വരുന്നു. എൻ രാധാകൃഷ്ണൻ വയസ്സുകാലത്ത് നാറാൻ നിൽക്കരുത് എന്നാണ് ധന്യശ്രീ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്. കമന്റുകൾ ഇത്തരത്തിൽ നിറയുമ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട, മലയാളികളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനയ പ്രതിഭയായ മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മുഴുവൻ. മാസ് ആക്ഷൻ സിനിമയായ ടർബോയുടെ റിലീസ് ഈ വരുന്ന 16-ാം തീയതിയാണ്.